നമസ്കാരം. കഴിഞ്ഞ സെഷനിൽ ബാക്ക് പ്രൊപ്പഗേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്തിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ന്യൂറൽ നെറ്റ്വർക്ക് ബാക്ക് പ്രൊപ്പഗേഷൻ നടത്തുന്നത് ചെയിൻ റൂൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അപ്പം എന്താണ് ഈ ചെയിൻ റൂൾ എന്നതാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ച് ബാക്ക് പ്രൊപ്പഗേഷൻ നടത്തുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതൊന്ന് റിവൈൻഡ് ചെയ്യാം. ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ലേൺ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ന്യൂറൽ നെറ്റ്വർക്കിന് ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു വെയിറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ വെയിറ്റ് കണ്ടെത്തുമ്പോഴേ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രെഡിക്ഷൻ നടത്താൻ പറ്റുള്ളൂ. ആ ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള വെയിറ്റ് കണ്ടെത്താനായിട്ട് മുകളിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ആണ് ഗ്രേഡിയന്റ് ഡിസെന്റ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ ഒരു പ്രധാന കൺസേൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് dc/dw കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ആ ഇക്വേഷനിൽ വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. dc/dw എന്ന് പറഞ്ഞത് നേരിട്ട് കണ്ടെത്താൻ പറ്റില്ല. അതിൽ c എന്ന് പറയുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ ആണ്, w എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ dc/dw എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കോസ്റ്റ് ഫംഗ്ഷൻ വെയിറ്റിനനുസരിച്ച് വാരി ചെയ്യുന്നത്. കോസ്റ്റ് ഫംഗ്ഷന് w ആയിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? കോസ്റ്റ് ഫംഗ്ഷന് ഒരു സ്റ്റെപ്പ് പിറകോട്ട് സഞ്ചരിക്കുന്നു. അവിടെ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷനെ കണ്ടെത്തുന്നു. അവിടുന്ന് പിന്നീട് ഒരു സ്റ്റെപ്പ് വീണ്ടും പിറകോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സെറ്റ് ഫംഗ്ഷൻ, ലീനിയർ ഫംഗ്ഷൻ അവിടെ എത്തുന്നു. അവിടെ നമ്മൾ ഡബ്ല്യുവിനെ കണ്ടെത്തുന്നു. ഇനി ഇത് തമ്മിലുള്ള വേരിയേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ചെയിൻ റൂൾ ഉപയോഗിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നേരിട്ട് ന്യൂറൽ നെറ്റ്വർക്കിൽ ചെയിൻ റൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചെയിൻ റൂൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സൽ കാണിക്കാം. വളരെ സിമ്പിളായിട്ട് ആദ്യം ചെയിൻ റൂൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ചെയിൻ റൂൾ എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സ് എന്നും വൈ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പാരാമീറ്ററിനെ കുറിച്ച് സങ്കല്പിക്കാം. ആ എക്സും വൈയും തമ്മിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളത് ഈ ടേബിളിലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് y എക്സിനനുസരിച്ച് വേരി ചെയ്യുന്നത്? മാത്തമാറ്റിക്കലി നമ്മളിത് പറയുവാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ലോപ്പാണ്, അല്ലെങ്കിൽ dy/dx ആണ്. dy/dx എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് വേരി ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ആ രീതിയിൽ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. കാരണം y എന്ന് പറയുന്നത് എക്സിൻ്റെ ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി നിങ്ങൾ ഒരു പാരാമീറ്റർ അഡീഷണൽ സങ്കല്പിക്കുക, അതാണ് സെറ്റ്. നിങ്ങൾ വൈയും സെറ്റും തമ്മിൽ ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് സെറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ വേരി ചെയ്യുന്നത്? മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഇത് dz/dy ആണ്. എന്ന് വെച്ചാൽ സെറ്റും വൈയും തമ്മിലുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു, വീണ്ടും സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സെറ്റിൻ്റെ 5 ഇരട്ടിയാണ് വൈ. dz/dy എന്ന് എടുക്കുമ്പോൾ നമ്മൾ അത് റിവേഴ്സ് ചെയ്യണം, 1/5 ആക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0.2 ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എക്സും സെറ്റും എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂസ് എഴുതുക, സെറ്റിൻ്റെ വാല്യൂസ് എഴുതുക, ലൈൻ വരയ്ക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് dz/dx കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സ്ലോപ്പിൻ്റെ വില 0.4 ആയിരിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു ലൈൻ വരയ്ക്കാതെ ആ ഒരു 0.4 എന്ന് പറയുന്ന ഒരു വാല്യൂവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമോ? മുന്നേ കിട്ടിയിട്ടുള്ള രണ്ട് ലൈൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ മുന്നേ കിട്ടിയിട്ടുള്ള രണ്ട് സ്ലോപ്പ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. നിങ്ങളുടെ dy/dz എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ dz/dy എന്ന് പറയുന്നത് 0.2 ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് 0.4. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ജനറലൈസ് ചെയ്തിട്ട് എഴുതാം. dz/dx എന്ന് പറയുന്നത് എന്തായിരിക്കും? dz/dy ഇൻറ്റു dy/dx ആയിരിക്കും. അപ്പോൾ ഇതാണ് ചെയിൻ റൂളിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ചെയിൻ റൂൾ നമ്മളോട് പറയുന്നത്? നമ്മൾ ചെയിൻ ഓഫ് ഡിഫറൻസിയേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഈ ചെയിൻ റൂൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇമേജുകളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ആദ്യത്തെ ഇൻപുട്ട് ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്പിയർ ആണ്. അത് നിങ്ങളൊരു ഫംഗ്ഷനിലൂടെ കടത്തി വിടുന്നു. ആ ഫംഗ്ഷൻ എന്നുള്ളത് തൽക്കാലം ഒരു ബോക്സ് ആയിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ബോക്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ക്യൂബാണ്. ആ സ്പിയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു ഫംഗ്ഷനിലൂടെ കടത്തി വിടുന്നു, മറ്റൊരു ബോക്സിലൂടെ, ഒരു മാജിക് ബോക്സിലൂടെ കടത്തി വിടുന്നു. അതിലൂടെ കടത്തി വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഷേപ്പാണ്. ഇനി നമ്മൾ ചോദിക്കുകയാണ്, കോംപ്ലക്സ് ഷേപ്പ് വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു യുവർ സ്പിയർ. തീർച്ചയായിട്ടും നമുക്ക് അവിടെ ക്യൂബിനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറയുന്നു? എങ്ങനെയാണ് ഈ കോംപ്ലക്സ് ഷേപ്പ് വിത്ത് റെസ്പെക്ട് ടു ക്യൂബ് വേരി ചെയ്യുന്നത്? അതേ ഇൻടു എങ്ങനെയാണോ ക്യൂബ് സ്പിയറുമായിട്ട് വേരി ചെയ്തിരുന്നത്, ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ നെറ്റ് വേരിയേഷൻ അല്ലെങ്കിൽ നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് ചെയിൻ റൂൾ പറഞ്ഞു വെക്കുന്നത്. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇനി നമ്മൾ എടുത്തിട്ട് ന്യൂറൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കാൻ പോകുന്നത്. സോ നമ്മുടെ പ്രസന്റേഷനിലേക്ക് തിരികെ വരാം. എൽ ലെയറുള്ളൊരു ന്യൂറൽ നെറ്റ്വർക്ക് സങ്കല്പിക്കാം. അവിടെയുള്ള ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു
വെയിറ്റ് വാരി ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ മനസ്സിലാക്കിയ ചെയിൻ റൂൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷൻ ആദ്യം നിങ്ങളുടെ ആക്ടിവേഷൻ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ നിങ്ങളുടെ ലീനിയർ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ലീനിയർ ഫംഗ്ഷനിലാണ് ആക്ച്വലി നിങ്ങൾക്ക് ഡബ്ല്യൂനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ ആ ബോക്സിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 ബോക്സ് വേണ്ടതായിട്ടുണ്ട്. ആദ്യം ഡബ്ല്യൂനെ ഒരു ബോക്സിലൂടെ കടത്തിവിട്ട് സെറ്റ് ആക്കുന്നു. സെറ്റ് വേറൊരു ബോക്സിലൂടെ കടത്തിവിട്ടിട്ട് എ ആവുന്നു. എ വേറൊരു ബോക്സിലൂടെ കടത്തി വിട്ടിട്ട് സി ആവുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് സി വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു വേരി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് സി വിത്ത് റെസ്പെക്ട് ടു എ വേരി ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് ഡി സി ബൈ ഡി എ. നിങ്ങൾ നോക്കുക, പ്രിഫിക്സിൽ കൊടുത്തിരിക്കുന്നത് എൽ എന്നാണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡി സി ഡിവൈഡഡ് ബൈ ഡി ഓഫ് എൽ മൈനസ് 1 ആണ്. എപ്പോഴും വെയിറ്റ് ഒരു ലെയർ പിന്നോട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിന്റെ. അതുകൊണ്ടാണ് ആ എൽ മൈനസ് 1 വരുന്നത്. നിങ്ങൾ ചില ബുക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ നൊട്ടേഷൻസ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സി വിത്ത് റെസ്പെക്ട് ടു എ എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നീട് നിങ്ങളുടെ എ വിത്ത് റെസ്പെക്ട് ടു സെഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക, ഡി എ ബൈ ഡി സെഡ്. പിന്നെ സെഡ് വിത്ത് റെസ്പെക്ട് ടു നിങ്ങളുടെ വെയിറ്റ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് നിങ്ങളുടെ ഡി സി ബൈ ഡി ഡബ്ല്യു എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോ ആൾക്കാരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഡി സി ബൈ ഡി എ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ സി എന്ന് പറയുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സി എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എ. നമുക്ക് കിട്ടാൻ പോകുന്നത് എ എൽ മൈനസ് 5 ആയിരിക്കും. അടുത്തത് ഡി എ ഡിവൈഡഡ് ബൈ ഡി സെഡ് ആണ്. ഇതൊരു സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ്. ഡിഫറൻഷ്യൽ ഓഫ് സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത്. ഇത് മുന്നേ ചർച്ച ചെയ്തതാവുകൊണ്ട് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അടുത്തത് എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ലീനിയർ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ബി കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ ആ ഭാഗം 0 ആയിപ്പോയി. പിന്നെ ഡി സെഡ് ബൈ ഡി ഡബ്ല്യു എന്ന് പറയുമ്പോൾ റിമൈനിങ് ആയിട്ട് വരുന്നത് എ ഓഫ് എൽ മൈനസ് 1 ആണ്. ഈ 3 സാധനങ്ങൾ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് നിങ്ങളുടെ ഡി സി ബൈ ഡി ഡബ്ല്യു. ഈ പറഞ്ഞ കോൺസെപ്റ്റ് നമ്മളൊരു സിമ്പിൾ ന്യൂറൽ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ സിമ്പിൾ ന്യൂറൽ നെറ്റ്വർക്കിൽ ഒരു ഇൻപുട്ട് ന്യൂറോൺ ഉണ്ട്, ഒരു ഹിഡൻ ന്യൂറോൺ ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ന്യൂറോൺ ഉണ്ട്. അതിൽ നടക്കുന്ന ഫോർവേഡ് പ്രൊപ്പഗേഷന്റെ ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്, അത് W1 ആയിട്ട് മൾട്ടിപ്ലൈ ആവുന്നു. ആ മൾട്ടിപ്ലിക്കേഷൻ ആണ് നിങ്ങളുടെ ലീനിയർ ഫംഗ്ഷൻ Z2. ഇവിടെ ശ്രദ്ധിക്കാൻ, ഹിഡൻ ന്യൂറോണിനെ സെക്കൻഡ് ന്യൂറോൺ ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻസ് എല്ലാം പ്രിഫിക്സ് 2 ആയിരിക്കും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ന്യൂറോൺ മൂന്നാമത്തെ ന്യൂറോൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫംഗ്ഷൻസിനെ ലീനിയറിനെ ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ഒക്കെ പ്രിഫിക്സ് 3 ആയിരിക്കും. വെയിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു നമ്പർ പിറകോട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ എടുക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഹിഡൻ ന്യൂറോണിലെ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് W1 × X ആണ്. ബി നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല, ബയാസ് 0 ആണ്. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിഗ്മോയിഡിലൂടെ കടത്തി വിട്ടിട്ട് നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നു A2. ആ A2 ഇൻപുട്ട് ആയിട്ടാണ് അടുത്ത ഔട്ട്പുട്ട് ന്യൂറോണ് കിട്ടുന്നത്. അവിടെ കണക്ട് ചെയ്യുന്ന വെയിറ്റ് ആണ് W2. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ Z3 എന്ന് പറയുന്നത് W2 × A2 ആയിരിക്കും. ആ സെറ്റുവിനെ സിഗ്മോയിഡിലൂടെ കടത്തിവിട്ട് A3 എന്ന് പറയുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ കിട്ടുന്നു. ആ ഒരു A3 ആണ് നിങ്ങളുടെ ഔട്ട്പുട്ട് ന്യൂറോണിന്റെ അവസാന ഭാഗത്ത് എത്തുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്, കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. വെയിറ്റ് അസ്യൂം ചെയ്തതായതുകൊണ്ട് തന്നെ A3 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എറർ ഉണ്ടാവും. സൂപ്പർവൈസ് ലേണിംഗ് ആവുകൊണ്ട് Y നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി കൊടുത്തതാണ്. ഇത് തമ്മിലുള്ള മീൻ സ്ക്വയർ എറർ ആണ് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഫംഗ്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇത്രയും ഫോർവേഡ് പ്രൊപ്പഗേഷനിൽ വരുന്ന കാര്യമാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, എങ്കിൽ മാത്രമേ ന്യൂറൽ നെറ്റ്വർക്കിൽ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് ഡി സി ബൈ ഡി ഡബ്ല്യു കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡി സി ബൈ ഡി ഡബ്ല്യു എന്ന് പറയുമ്പോൾ എത്ര ഇക്വേഷൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ഇവിടെ 2 എണ്ണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് 2 വെയിറ്റ് ആണുള്ളത്. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡി സി ബൈ ഡി ഡബ്ല്യു 2, പിന്നെ ഡി സി ബൈ ഡി ഡബ്ല്യു 1. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇതിന്റെ പിന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളതാണ്, ഏതൊക്കെ ഫംഗ്ഷൻസ് ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇതിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്, ചെയിൻ റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത്രയും മനസ്സിലായെങ്കിൽ നിങ്ങൾ ഡി സി ബൈ ഡി ഡബ്ല്യു 2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. എങ്ങനെയാണ് ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ ആദ്യത്തെ സെറ്റ് ഓഫ് ന്യൂറോൺസിൽ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്, കോസ്റ്റ് ഫംഗ്ഷൻ എന്നാണ്. കോസ്റ്റ് ഫംഗ്ഷന് നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് പിറകോട്ട് സഞ്ചരിക്കണം. അതാണ് ഡി സി ഡിവൈഡഡ് ബൈ ഡി A3. നമുക്ക് ഇത് എന്ത് കണ്ടുപിടിക്കാനാണ്, ഡി സി ഡിവൈഡഡ് ബൈ ഡി ഡബ്ല്യു 2 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതേ സാധനം നിങ്ങൾ ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡി സി ഡിവൈഡഡ് ബൈ ഡി A3 ആണ്. അതാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഒരു ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ എഴുതിയിട്ടില്ല. എങ്ങനെയാണ് ഈ ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അപ്പോൾ സിയിൽ നിന്ന് നിങ്ങൾ എയിലേക്ക് വരുന്നു. അടുത്തത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഡി എ ഡിവൈഡഡ് ബൈ ഡി സെഡ് ആണ്. സോ ഡി A3 ഡിവൈഡഡ് ബൈ ഡി Z3 കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു Z നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഒരു സ്റ്റെപ്പും കൂടി പിറകോട്ട് സഞ്ചരിക്കുകയാണ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്
Z വിത്ത് റെസ്പെക്ട് ടു W വേരി ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ പിറകോട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ ഈ കിട്ടുന്ന 3 ഡിഫറൻസിയേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ dc/dw2 എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കിട്ടുന്നത്. ഇത് കിട്ടിയാൽ ഉടനെ എന്താ ചെയ്യേണ്ടത്? നേരെ ഈ ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ നിങ്ങളുടെ W2 എന്താണ്? അതാണ് ഈ W2 ഓൾഡ് നിങ്ങൾ അസ്യൂം ചെയ്ത വാല്യൂ മൈനസ് നിങ്ങളുടെ ലേണിംഗ് റേറ്റ് ഉണ്ട് അതേ ഇൻടു ഇപ്പോൾ കിട്ടിയ dc/dw2. ഈ ഒരു വാല്യൂ ആയിരിക്കും അടുത്ത W2 ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു ഐട്രേഷൻ ആവുകൊണ്ട് തന്നെ ഇതേ ഇക്വേഷൻ പല പ്രാവശ്യം സോൾവ് ചെയ്തിട്ടാണ് വെയിറ്റ് ഒപ്റ്റിമൈസ് ആവുന്നത്. നമുക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല, കാരണം നമുക്ക് 2 വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെയും കൂടി കണ്ടുപിടിക്കാനുണ്ട്, dc/dw1. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് dc/dw1 ഈ ഒരു കേസിൽ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് W2 വരെ എത്തി. ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ആ ഒരു ഇൻഫോർമേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ dc/dw1 കണ്ടെത്താം എന്നുള്ളത് ആലോചിച്ച് നോക്കുക, എഴുതി നോക്കുക. നിങ്ങളെല്ലാവരും എഴുതി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. dc/dw1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? dc/da3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച ആളാണ് ഇവിടെ, അതിനെ ആദ്യം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി da3/dz3 ഇതും കഴിഞ്ഞ പ്രാവശ്യം കണ്ടുപിടിച്ച് വെച്ചതാണ്, പുതിയതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. ഈ 2 ആൾക്കാരെ ആദ്യം കൊണ്ടുവരുന്നു. ഇനി എന്ത് ചെയ്യണം? ഈ സെറ്റും എയ്റ്റും തമ്മിലുള്ള വേരിയേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് ന്യൂറോണിന് ഒരു സ്റ്റെപ്പും കൂടി പിറകോട്ട് സഞ്ചരിച്ച് നിങ്ങൾ ഹിഡൻ ന്യൂറോണിൽ എത്തിയിരിക്കുകയാണ്. കാരണം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഔട്ട്പുട്ട് ന്യൂറോണിലെ ലീനിയർ ഫംഗ്ഷൻ എങ്ങനെയാണ് നിങ്ങളുടെ പ്രീവിയസ് ഇൻപുട്ടായ എയ്റ്റുമായിട്ട് വാരി ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ അതേ ഫ്ലോ തന്നെയാണ്. നമ്മൾ എ2 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ എ2ഉം ഈ സെറ്റും തമ്മിലുള്ള ചേഞ്ച് എങ്ങനെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് da2/dz2 കണ്ടുപിടിക്കുന്നു. dz2 നിർത്താൻ പറ്റുമോ? ഇല്ല, നമുക്ക് W1ലേക്ക് എത്തണം. സോ സെറ്റും W1ഉം കണക്റ്റഡ് ആണ്. സോ അവിടുന്ന് ഒരു സ്റ്റെപ്പും കൂടി പിറകോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച dc/dw1 എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇതാണ് ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ. ന്യൂറൽ നെറ്റ്വർക്കിൽ തന്നെ വളരെ സങ്കീർണമായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യേണ്ടി വരും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സഞ്ചരിച്ച സ്റ്റെപ്പുകളെല്ലാം തന്നെ നിങ്ങളുടേതായ രീതിയിലൊന്ന് എഴുതി നോക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്നതായിരിക്കും. സോ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. കഴിഞ്ഞ 2 സെഷനിലായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് ലേൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് എന്താണ് ചെയ്യുന്നത്? ഫോർവേഡ് പ്രൊപ്പഗേഷൻ നടത്തുന്നു, കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എത്രമാത്രം ന്യൂറൽ നെറ്റ്വർക്കിൽ എറർ ഉണ്ടെന്ന് കാണിക്കുന്ന ഫംഗ്ഷനാണ് കോസ്റ്റ് ഫംഗ്ഷൻ. എവിടെ നിന്നാണ് എറർ വരുന്നത്? നമ്മൾ അസ്യൂം ചെയ്യുന്ന വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂറൽ നെറ്റ്വർക്കിന് കൃത്യമായിട്ടുള്ളൊരു പ്രഡിക്ഷൻ ആയിരിക്കില്ല ആദ്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എറർ ഉണ്ടാവും. ഓൾറെഡി നിങ്ങളുടെ ടാർഗറ്റ് ന്യൂറൽ നെറ്റ്വർക്കിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എറർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിക്കണം. ചെയിൻ റൂൾ ആണ് വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐട്രേഷന് സഹായിക്കുന്നത്. ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതം അവിടെ വരുന്നുണ്ട്. ഏത് ഡയറക്ഷനിലാണ് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യണം, ഇത് ആ ഗ്രേഡിയന്റ് ഡിസെന്റിന്റെ കാൽക്കുലേഷൻ എന്നാണ് വരുന്നത്. അങ്ങനെ ബാക്ക് പ്രൊപ്പഗേഷൻ ഒക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷൻ എറർ കുറയ്ക്കുന്നു. അതിനുവേണ്ടി ഒരുപാട് ഐട്രേഷൻസ് ചെയ്യുന്നു. അത്തരം ഐട്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെയിറ്റ് ഒപ്റ്റിമൈസ് ആയി കഴിഞ്ഞു. പിന്നീട് നിങ്ങൾ പുതിയൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ന്യൂറൽ നെറ്റ്വർക്കിലൂടെ ആ ഒരു ഇൻഫർമേഷൻ കടന്നു പോയിട്ട് അപ്ഡേറ്റ് ചെയ്ത വെയിറ്റ് ഉപയോഗിച്ചിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് ഒരു പ്രെഡിക്ഷൻ നടത്തും. ഈ രീതിയിലാണ് ന്യൂറൽ നെറ്റ്വർക്ക് ലേൺ ചെയ്യുന്നത്, പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. അടുത്ത പ്രാവശ്യം എക്സാമ്പിളിലൂടെ എങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് ലേൺ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ഡീപ്പ് ലേണിംഗ്.